വേദജ്യോതിഷം അനുസരിച്ച് അത്തം എന്നത് 27 നക്ഷത്രങ്ങളിൽ 13ാമത്തേതാണ്. ചന്ദ്രന്റെ സഞ്ചാരപാതയിലെ ഈ പ്രത്യേക ഭാഗം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാഗ്യത്തെയും സ്വാധീനിക്കുന്നു എന്നാണ് വിശ്വാസം. കന്നി രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന് ചന്ദ്രനാണ് അധിപൻ. ഹസ്ത എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് അത്തം എന്ന പേരുണ്ടായത്. കൈ എന്നാണ് ഇതിനർത്ഥം. കൈപ്പത്തിയുടെ രൂപത്തിൽ 5 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൂട്ടമാണിത്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം കൈപ്പത്തിയാണ്. ഇത് കഴിവ്, സർഗാത്മകത, കഠിനാധ്വാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. സൂര്യദേവന്റെ ഒരു രൂപമായ സവിതാവാണ് അത്തം നക്ഷത്രത്തിന്റെ ദേവത. സവിതാവ് പ്രകാശത്തെയും ഊർജത്തെയും ഉത്തേജനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാനും അവരെ മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്നു. ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപഗ്രഹം. ചന്ദ്രൻ മനസ്സിന്റെയും വികാരങ്ങളുടെയും സൂചകമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൈകാരികമായ സന്തുലിതാവസ്ഥയും ഉൾക്കാഴ്ചയും നൽകുന്നു. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണാൻ സാധിക്കും. ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കഠിനാധ്വാനികളും അർപ്പണബോധമുള്ളവരുമാണ്. അവർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ കഠിനമായി പരിശ്രമിക്കും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് മികച്ച സർഗാത്മക ശേഷിയുണ്ട്. കല, സംഗീതം, സാഹിത്യം, കരകൗശലം തുടങ്ങിയ മേഖലകളിൽ അവർക്ക് താല്പര്യമുണ്ടാകും. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അവ പ്രാവർത്തികമാക്കാനും അവർക്ക് കഴിവുണ്ട്. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദയയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കും. ആവശ്യമുള്ളവരെ സഹായിക്കാൻ അവർ ഒരു മടിയും കാണിക്കില്ല. അത്തം നക്ഷത്രക്കാർ വളരെ ബുദ്ധിശാലികളും കാര്യക്ഷമതയുള്ളവരുമാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് ഉചിതമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും അവർക്ക് സാധിക്കും. ഇവരുടെ പ്രായോഗികമായ സമീപനം ഏതു പ്രശ്നത്തെയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. ഇവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ചില സമയങ്ങളിൽ ഈ ആത്മവിശ്വാസം അഹങ്കാരമായി തോന്നിയേക്കാം. അത്തം നക്ഷത്രക്കാർ സാമൂഹികമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല സുഹൃത്തുക്കളും വിശ്വസ്തരായ പങ്കാളികളുമായിരിക്കും ഇവർ. എന്നാൽ ചില സമയങ്ങളിൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കാനും താല്പര്യമുണ്ടാകാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുചിത്വത്തിൽ വലിയ താല്പര്യമുണ്ടാകും. സ്വന്തം ചുറ്റുപാടും വ്യക്തിജീവിതത്തിലും വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിക്കും. ഇവർക്ക് നല്ല ക്ഷമയുണ്ടാകും. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനും വിജയത്തിനായി കാത്തിരിക്കാനും അവർ തയ്യാറാണ്. അത്തം നക്ഷത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുണ്ടാകും. പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും അവർക്ക് ആഗ്രഹമുണ്ടാകും. ഇവർ ചിലപ്പോൾ തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വയ്ക്കാറുണ്ട്. എല്ലാവരുമായി എല്ലാം പങ്കുവയ്ക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരിക്കില്ല. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ ചില തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ കലാകാരന്മാർ, സംഗീതജ്ഞർ, എഴുത്തുകാർ, ഡിസൈനർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, പ്രൊഫസർമാർ, ഗവേഷകർ, മാനേജർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ, പ്രോജക്ട് മാനേജർമാർ, വ്യാപാരികൾ, ബിസിനസ്സുകാർ, സാമൂഹിക പ്രവർത്തകർ, കൗൺസിലർമാർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡാറ്റ അനലിസ്റ്റുകൾ, കൃഷി വിദഗ്ധർ, കൃഷിക്കാർ തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. അത്തം നക്ഷത്രക്കാർക്ക് നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കാൻ സാധ്യതയുണ്ട്. അവർ വിശ്വസ്തരും സ്നേഹമുള്ളവരുമാണ്. പങ്കാളിയോട് ആത്മാർത്ഥമായി പെരുമാറുകയും അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യും. കുടുംബത്തിന് മുൻഗണന നൽകുന്നവരായിരിക്കും ഇവർ. എന്നാൽ ചില സമയങ്ങളിൽ അവർക്ക് വാശിയും പിടിവാശിയും ഉണ്ടാകാം. ഇത് ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആശയവിനിമയത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഗുണങ്ങളോടൊപ്പം ചില ദോഷങ്ങളും ഉണ്ടാകും. അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്. ചിലപ്പോൾ ഇവർ മറ്റുള്ളവരെ അമിതമായി വിമർശിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ആശയക്കുഴപ്പങ്ങൾ കാരണം ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. തങ്ങളുടെ വികാരങ്ങൾ മറച്ചുവെക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കിടയാക്കും. അത്തം നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും നാഡീ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപൻ. അതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും വഴിപാടുകളും നടത്തുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. തുറന്ന മനസ്സോടെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശുദ്ധവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതും മരങ്ങൾ നടുകയും ചെയ്യുന്നത് നല്ല ഊർജം നൽകും. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ഈ ഓരോ പാദത്തിലും ജനിക്കുന്നവർക്കും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാകും. അത്തം 1-ാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ചൊവ്വയാണ്. ഇവർ ഊർജ്ജസ്വലരും ധൈര്യശാലികളുമായിരിക്കും. നേതൃഗുണങ്ങളും ഉണ്ടാകും. കാര്യങ്ങൾ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും ഇവർ. അത്തം 2-ാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ വ്യാഴമാണ്. ഇവർ ബുദ്ധിശാലികളും അറിവുള്ളവരുമായിരിക്കും. സത്യസന്ധതയും ധാർമ്മികതയും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. അധ്യാപനം, ഉപദേശം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. അത്തം 3-ാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ശനിയാണ്.
ഇവർ കഠിനാധ്വാനവും അച്ചടക്കമുള്ളവരുമായിരിക്കും. കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാനും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും. എന്നാൽ ചിലപ്പോൾ ഇവർക്ക് വിഷാദവും മന്ദതയും അനുഭവപ്പെടാം. അത്തം 4-ാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ശനിയാണ്. ഇവർ പ്രായോഗിക ചിന്താഗതിക്കാരും വിവേകമുള്ളവരുമായിരിക്കും. വിശകലന ശേഷി കൂടുതലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും. ചില സമയങ്ങളിൽ ഇവർക്ക് ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാം. അത്തം നക്ഷത്രത്തിന് പൊതുവെ അനുകൂലമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ രോഹിണി, മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അനുകൂലമാണ്. അതേസമയം ചില നക്ഷത്രങ്ങളുമായി അത്തം നക്ഷത്രത്തിന് ചേർച്ച കുറവായിരിക്കും. ഒരു വ്യക്തിയുടെ ജനന തീയതി, സമയം, സ്ഥലം എന്നിവയനുസരിച്ച് ഓരോ വ്യക്തികളുടെയും നക്ഷത്ര ചേർച്ച വ്യത്യാസപ്പെടാം. അതിനാൽ വിവാഹ കാര്യങ്ങളിൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് ഉത്തമമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ നല്ല ജീവിതം നയിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ കഠിനാധ്വാനവും അർപ്പണബോധവും അവരെ വിജയത്തിലേക്ക് നയിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അവരെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരാക്കും. അവരുടെ ബുദ്ധിശക്തിയും കാര്യക്ഷമതയും ഏത് കാര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും. ഓരോ മാസത്തിലെയും അത്തം നക്ഷത്ര ദിവസം ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് നല്ലതാണ്.